മറ്റൊരു വാർത്തയിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. ലൈംഗികാതിക്രമ കേസിൽ നടൻ ഇടവേള ബാബു അറസ്റ്റിൽ. AIG ജി പൂങ്കടലിയുടെ നേതൃത്വത്തിൽ 3 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് അറസ്റ്റ്. ഹൈക്കോടതിയുടെ മുൻകൂർ ജാമ്യമുള്ളതിനാൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം വിട്ടയക്കും. സൈഫുനിസ അലിയാർ നൽകും കൂടുതൽ വിവരങ്ങൾ. സൈഫുനിസ അലിയാർ, മുൻകൂർ ജാമ്യമുണ്ട്. കൊച്ചിയിൽ മുകേഷ് MLA കാര്യത്തിൽ കണ്ടതുപോലെ തന്നെയുള്ള സമാനമായ ചോദ്യോത്തര വേള. അതിനുശേഷം ഇനിയിപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കുമോ അറസ്റ്റ് നടത്തിയതിനു ശേഷം? സുജയ പാർവതി, 3 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് ഇടവേള ബാബുവിന്റെ ചോദ്യം ചെയ്യൽ. ഈ ചോദ്യം ചെയ്യലിന്റെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. AIG ജി പൂങ്കുഴലി കുറച്ച് മുൻപ് അല്പസമയം മുമ്പ് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ഉടൻ തന്നെ ഇടവേള ബാബുവിനെ പുറത്തേക്ക് ഇറക്കുമെന്നാണ് അറിയുന്നത്. ഇപ്പോൾ 2 പേരുടെ ആൾജാമ്യം ത്തിനായി 2 പേരെ അകത്തേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് പോലീസ്. ഇവരുടെ നടപടിക്രമങ്ങളെല്ലാം മുന്നോട്ട് പോവുകയാണ്. 1 ലക്ഷം രൂപയുടെ 2 ആൾജാമ്യമാണ് ഇടവേള ബാബുവിന് ഉള്ളത്. ഈ 2 പേരെയും അഭിഭാഷകൻ അകത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇതിന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഇടവേള ബാബുവിനെ വൈദ്യപരിശോധനയ്ക്കായി എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയുന്നത്. ഇന്നലെ മുകേഷിന്റെ കാര്യത്തിൽ കണ്ടതുപോലെയുള്ള സമാനമായ നടപടിക്രമങ്ങൾ തന്നെയാണ് ഇടവേള ബാബുവിന്റെ കാര്യത്തിലും നടക്കുന്നത്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഓഫീസായി പ്രവർത്തിക്കുന്ന കോസ്റ്റൽ പോലീസിന്റെ ഓഫീസിലേക്ക് ഈ ഇടവേള ബാബു എത്തിയത്. ഇപ്പോൾ 1 മണിയാകുമ്പോൾ ഇപ്പോൾ 3 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് ഈ ചോദ്യം ചെയ്യൽ. AIG ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ തുടങ്ങിയത്. IPC 376 വകുപ്പാണ് ഇടവേള ബാബുവിനെതിരെ ചുമത്തിയിരിക്കുന്നത്. അതായത് MMA ജനറൽ സെക്രട്ടറി ആയ സമയത്ത് അതിൽ അംഗത്വം നൽകാമെന്ന് പറഞ്ഞ് നടിയെ കലൂരിലുള്ള തന്റെ ഫ്ളാറ്റിലേക്ക് വിളിപ്പിച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്നുള്ളതാണ് ഇടവേള ബാബുവിനെതിരായ പരാതി. അതുകൊണ്ട് തന്നെ ലൈംഗിക അതിക്രമ കേസായതുകൊണ്ട് തന്നെ ലൈംഗിക ക്ഷമതാ പരിശോധന നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് വൈദ്യ പരിശോധനയ്ക്കായി ഇടവേള ബാബുവിനെ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇന്നലെ മുകേഷിനെയും സമാനമായ പരിശോധനയ്ക്കായി കൊണ്ടുപോയിരുന്നു. അതുകൊണ്ട് തന്നെ ഇടവേള ബാബുവിനും ഇത്തരം വൈദ്യ പരിശോധന ആവശ്യമാണ് കേസ് അന്വേഷണത്തിൽ മുന്നോട്ട് പോകുവാനായി. ഇതിനുശേഷം ഇടവേള ബാബുവിനെ വിട്ടയക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇടവേള ബാബുവിനെ മറ്റു നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി പുറത്തേക്ക് ഇറക്കും. നിലവിൽ ഇടവേള ബാബുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. പക്ഷേ മുൻകൂർ ജാമ്യം ഉള്ളതിനാൽ ഇന്ന് തന്നെ വിട്ടയക്കുകയും ചെയ്യും. സുജയ. ഇടവേള ബാബു അറസ്റ്റിലായിരിക്കുന്നു. ലൈംഗികാതിക്രമ കേസിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സിദ്ദിഖ് എവിടെയാണ്? അന്വേഷണ സംഘം ഇപ്പോഴും തിരയുകയാണോ? നോക്കാം.